അതുകൊണ്ട് ഇന്ന് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പം ഇന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോണക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. കുഞ്ഞുങ്ങൾക്കായിരിക്കും പ്രത്യേകിച്ച് ആവശ്യം. അപ്പം ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ കുറേ പേർക്ക് സ്റ്റിക്കി നോട്ട് മേടിക്കാം, ചിലവർക്കൊക്കെ ആവശ്യമുണ്ടായിരിക്കും. പക്ഷെ ഒന്നും വേണ്ട, ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ കത്രികയും ഈ സെലോട്ടേപ്പും ഈ കത്രികയും പേപ്പറും മാത്രം മതി. അത് നമ്മൾ പറയാൻ പോകണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് തുടങ്ങിയാൽ വീഡിയോയിലോട്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പേപ്പർ കട്ടിയെടുക്കാം. ഞാൻ പലയുള്ള പേപ്പറാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പലയുള്ള പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പേപ്പറാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്. നമ്മുടെ 2 പേപ്പർ പിന്നെ കാണിക്കാം. ഒരു പേപ്പറാണ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത്. ഈ പേപ്പർ എടുത്തിട്ട് ഈ ഒരു സെലോ ടേപ്പും എടുക്കണം. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറയാമോ? ഈ ഒരു സെലോ ടേപ്പിന് ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇങ്ങനെ കണ്ടല്ലോ. ഇത് ഒട്ടുന്ന സ്പേസ് ആണ്. ഈ ഒട്ടുന്ന സ്പേസ് ആണ് നമുക്ക് ആവശ്യം. ഒട്ടുന്ന സ്പേസിലോട്ട് ഈ ഒരു സൈഡ്, ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ സൈഡ് കണ്ടോ, ഈ ഒരു പോർഷൻ ഒട്ടിക്കാം. കുറെ ഒട്ടിക്കരുത്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടോ, കേട്ടോ, ഈ ഒരു പോർഷൻ ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം ഈ കത്രിക വെച്ച് ബാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ആവശ്യമുള്ള സ്പേസ് മതി കേട്ടോ, കുറെ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കുക. അതുപോലെ ഞാൻ വേറെണ്ണം കൂടെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടതെന്ന്. നമുക്ക് 2 പേപ്പർ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ബാക്കി എളുപ്പമായിരിക്കും. ആദ്യം നമ്മൾ ഈ ഒരു ഒട്ടാത്ത സ്പേസ് ആണ്, ഒട്ടാത്ത സ്പേസ് ഈ ഒരു പോർഷൻ കണ്ടോ, ഒട്ടാത്ത സ്പേസ് ഈ ഒരു സൈഡ് പോർഷൻ, ആ പോർഷനിലോട്ട് നമ്മൾ ഒട്ടിയ ഒരു പോർഷൻ കണ്ടോ, ഒട്ടുന്ന സ്പേസ്. അത് ഈ ഒരു ഒട്ടാത്ത മറ്റൊരു ഈ ഒരു സ്റ്റിച്ചിങ് നോട്ടിൽ ഒട്ടുന്ന പുറകിലാണ് ഫ്രണ്ട് എടുത്തിട്ട് അതിന് ഒട്ടാത്ത ഈ ഒരു സ്പേസിലോട്ട് പതുക്കെ ആ ഒരു അളവെടുത്ത് സൂക്ഷ്മപൂർവ്വം ഒട്ടിക്കുക. ഓക്കെ, ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതായിട്ട് ബാക്ക് പോർഷൻ നമുക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ കാര്യം പറയണം, ചിലപ്പോൾ കട്ടായി പോകും. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. ഇഷ്ടമുള്ള പോലെ വേറെ സെലോ ടേപ്പ് എടുക്കാം. ബാക്ക് ഒട്ടും എന്തായാലും ബാക്ക് ഒട്ടാതിരിക്കാനായിട്ട് ഞാനിപ്പം ആ ഒരു സെലോ ടേപ്പ് എടുക്കട്ടെ. എടുത്തിട്ട് നിങ്ങളെ വീഡിയോയിലോട്ട് വരാം. നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സെലോ ടേപ്പിൻ്റെ സ്പേസ്. ഈ ഒരു സെലോ ടേപ്പ് നമുക്ക് പറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ അത് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ വീട്ടിൽ മഴയാണെന്ന് വിചാരിക്കണം. ഓക്കെ, നമുക്കത് എടുത്തതിന് ശേഷം ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഒട്ടുന്ന സ്പേസില്ലേ പുറകിലേ, അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസിലോട്ട് അങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഭാഷയെല്ലാം കൂടെ ഒട്ടുന്ന സ്പേസിലോട്ട് ഇത് ഒട്ടിച്ച് വെക്കണം. ഇപ്പോൾ കാണിച്ചു ഒട്ടിച്ച് മറ്റേപോലെ തന്നെ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന കട്ട് ചെയ്ത് കളയാം. ഒരു സാധനമായിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വേഗമാക്കി പോണേ. ഓക്കെ ഓക്കെ, നമ്മുടെ സ്റ്റിക്കി നോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോലെ നമ്മുടെ സ്റ്റിക്കി നോട്ട് ഇതുപോലെയാണ്. 2 പേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം പറിച്ചൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരെണ്ണം ഒട്ടിച്ച് കാണിച്ചു തരാം. ഓക്കെ, പറിച്ചു ഇത് കണ്ടോ. എന്നിട്ട് നമ്മൾ കണ്ടോ ഇങ്ങോട്ട് ഒട്ടിച്ച് ഇങ്ങനെയുണ്ട്. നല്ലതല്ലേ?
അതുപോലെ തന്നെ നമുക്ക് കണ്ട് ഞാൻ പറഞ്ഞില്ല ബാക്ക് പോഷൻ ഒട്ടാതിരിക്കാനായിട്ട് ഇത് കണ്ടു. ഈ ഒരു ബാക്ക് പോഷൻ ടേപ്പ് നമുക്ക് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒട്ടിക്കാൻ പറ്റും. കാണിച്ചു തരാതെ നമ്മൾ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതും അങ്ങനെ തന്നെ ഒട്ടിക്കാം. കണ്ടോ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സ്റ്റിക്കിംഗ് നോട്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക്